വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് ദ ഡിവൈൻ കോമഡി ബൈ ഡാൻറ്റെ അലിഗേറി എന്ന ആ ഒരു വർക്കിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഡാൻറ്റെ അലിഗേറിൻ്റെ ഡിവൈൻ കോമഡി എന്നുള്ള ആ ഒരു പോയം മോണിമെൻ്റൽ എപ്പിക് പോയാണ്. 3 പാർട്സ് ആയിട്ടാണ് ഈ ഒരു പോയം ഉള്ളത്. ഇൻഫെർണോ, പുർഗാറ്റോറിയോ ആൻഡ് പാരാഡിസോ, ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് ഈ ഒരു എപ്പിക് പോയം ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോയത്തിൽ പറയുന്നുള്ള സ്റ്റോറി എന്നുള്ളത് സ്റ്റോറി ഓഫ് ഡാൻറ്റേസ് അലിഗറിക്കൽ ജേർണി ത്രൂ ഹെൽ, പുർഗാറ്ററി ആൻഡ് ഹെവൻ. ഗൈഡ് എന്നുള്ളത് വിർജിൽ ആൻഡ് ബെട്രേസ്. അതുപോലെ തന്നെ ഈ ഒരു പോയം എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ഓഫ് സിൻ, റിഡംഷൻ ആൻഡ് ദ നാച്ചർ ഓഫ് ഗോഡ്. പാപങ്ങളും അതുപോലെ തന്നെ വീണ്ടെടുപ്പും അതുപോലെ തന്നെ ഗോഡിൻ്റെ ആ ഒരു നാച്ചറൊക്കെയാണ് ഈ ഒരു പോയത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീംസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോയം എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നുള്ളത് ഇറ്റാലിയൻ ലിറ്ററേച്ചറിൽ തന്നെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ യൂറോപ്യൻ ലിറ്ററേച്ചറിലെ സിഗ്നിഫിക്കൻറ്റ് വർക്കായിട്ടാണ് ഈ ഒരു വർക്ക് ഉള്ളത്. ഇൻഫെർണോ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് നാച്ചർ ഓഫ് സിൻ, അതുപോലെ തന്നെ ഇറ്റ്സ് കോൺസിക്വൻസസ്, നാച്ചർ ഓഫ് സിന്നിൻ്റെ കോൺസിക്വൻസസ് ഒക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ചൂസിങ് ദ റൈറ്റ് പാത്ത് ഇൻ ലൈഫ്, ജീവിതത്തിൽ റൈറ്റ് പാത്ത്, ശരിയായ പാത ചൂസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഇൻഫെർണോയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡാൻറ്റാസ് ജേർണി ത്രൂ ഹെൽ, ഹെല്ലിലൂടെയുള്ള ഡാൻറ്റേൻ്റെ ജേർണി, ആ ഒരു ജേർണി സെൽഫ് ഡിസ്കവറീൻ്റെ ജേർണിയാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ കണ്ടീഷനാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. ഇനി പുർഗാറ്റോറിയോ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പ്രോസസ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിൻ്റെ ആ ഒരു പ്രക്രിയയാണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഫോർഗിവ്നെസ്സിൻ്റെ പോസിബിലിറ്റി, മാപ്പ് കൊടുക്കുന്നതിൻ്റെ സാധ്യതകളൊക്കെയാണ് പുർഗാറ്റോറിയോയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ഇനി മൗണ്ടെയിൻ എന്നുള്ളത് റിപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ജേർണി ഓഫ് പ്യൂരിഫിക്കേഷൻ. അതുപോലെ തന്നെ സോൾസ് എന്നുള്ളത് ഓൺ ദ മൗണ്ടെയിൻ സിംബലൈസ് ചെയ്യുന്നുണ്ട്. മൗണ്ടെയിനിലുള്ള സോൾസിനെ സിംബലൈസ് ചെയ്യുന്നുള്ളത് ഡിവേഴ്സ് പാത്സ് ടു സ്പിരിച്വൽ ഗ്രോത്ത്, സ്പിരിച്വൽ ഗ്രോത്തിലേക്കുള്ള വ്യത്യസ്ത തരത്തിലുള്ള പാതയാണ് ഈ ഒരു മൗണ്ടെയിനുള്ള സോൾസിനെ പറ്റിയിട്ട് സിംബലൈസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡിവൈൻ കോമഡീൻ്റെ 2 പാർട്സ് ഓൾറെഡി പറഞ്ഞു. ഇനി ഫൈനൽ പാർട്ടാണ് പാരഡിസോ എന്നുള്ള പാട്ട്. ഡാൻറ്റെ എന്നുള്ളത് ഗൈഡ് ചെയ്യുന്നുള്ളത് ബൈ ബെട്രേസ്. ഈ ഒരു ബെട്രേസ് എന്നുള്ളത് ഒരു വുമണാണ്. ആ ഒരു വുമൺ ഹി ലവ്ഡ്, അദ്ദേഹം സ്നേഹിക്കുന്ന ഒരു പെണ്ണാണ്. അതുപോലെ തന്നെ അഡ്മയർഡ് ഇൻ ഹിസ് ലൈഫ്. ഇനി വു റിപ്രസെൻറ്റ് ഡിവൈൻ ലവ് ആൻഡ് വിസ്ഡം. ഇത് ഈ ഒരു ബെട്രീസിനെ റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് ഡിവൈൻ ലവ് അതുപോലെ തന്നെ വിസ്ഡം ആയിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത്. ഇനി പാരാഡിസോയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് നാച്ചർ ഓഫ് ഗോഡ്, അതുപോലെ തന്നെ സെലസ്റ്റിയൽ റിയലിസത്തിൻ്റെ ബ്യൂട്ടി, അതുപോലെ തന്നെ ഹ്യൂമൻ സോളിൻ്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനൊക്കെയാണ് പാരാഡിസോയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ഇനി ഡാൻറ്റാസ് ജേർണി എന്നുള്ളത് ഹെവനിലൂടെയുള്ള ആ ഒരു ജേർണി എന്നുള്ളത് പറയുന്നുള്ളത് ജേർണി ഓഫ് റെവലേഷൻ, എന്തിൻ്റെ യാത്രയാണ്? വെളിപാടിൻ്റെ യാത്രയാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിലേക്കുള്ള ഡിവൈൻ ഓർഡറിൻ്റെ ഒരു ഗ്ലിംസ് ആയിട്ടൊക്കെയാണ് ആ ഒരു ഹെവനിലേക്കുള്ള ഡാൻറ്റേൻ്റെ ജേർണീനെ പറയുന്നുള്ളത്. ഇനി ഒരു ഡിവൈൻ കോമഡി എന്നുള്ളത് പവർഫുൾ അലിഗറി, പവർഫുള്ളായിട്ടുള്ള ഒരു ഉപമയാണ് സ്പിരിച്വൽ ജേർണി ഓഫ് ദ ഹ്യൂമൻ സോൾ, ഹ്യൂമൻ സോളിൻ്റെ സ്പിരിച്വൽ ജേർണിക്കുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള അലിഗറി, പവർഫുള്ളായിട്ടുള്ള ഉപമയാണ് ഈ ഒരു ഡിവൈൻ കോമഡി എന്നുള്ളത്. ഇതിൻ്റെ ഓരോ പാട്ടും റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് ആ ഒരു ജേർണീൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജാണ് ഇതിലെ ഓരോ പാട്ടും റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത്. ഈ ഒരു പോയം കൺസിഡർ ചെയ്യുന്നുള്ളത് കോർണർ സ്റ്റോൺ ഓഫ് ഇറ്റാലിയൻ ലിറ്ററേച്ചർ, ഇറ്റാലിയൻ ലിറ്ററേച്ചറിൽ ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു പോയം കൺസിഡർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോയം എന്നുള്ളത് ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ്. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സബ്ജക്റ്റിലെ മറ്റ് ടോപ്പിക്സൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്.